എല്ലാവർക്കും നമസ്കാരം. റിയോ ഡി ജനീറോ, ബ്രസീലിൻ്റെ പ്രധാന ഒരു നഗരമായ റിയോ ഡി ജനീറോ, മറ്റ് സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവയിലേക്കാണ് ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ പോക്ക്. ഈ ചാനൽ മലയാളി യാത്ര മലയാളികളുടെ യാത്രാ ചാനലാണ്. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ടീമിൽ ആകെ 6 പേരാണ് ഉണ്ടായിരുന്നത്. 5 പേര് കോഴിക്കോട് നിന്ന്, ഒരാൾ ഡെൻമാർക്കിൽ നിന്ന്. ഡെൻമാർക്കിൽ ഉള്ളയാൾ ഡെൻമാർക്കിൽ ജോലി ചെയ്യുന്നതാണ്, കോഴിക്കോടുകാരനാണ്. അങ്ങനെ 6 ആളാണ് നമ്മുടെ ടീമിലുണ്ടായിരുന്നത്. അതിൽ 5 പേര് കോഴിക്കോട് നിന്നാണ് യാത്ര ആരംഭിച്ചത്. ഒരാൾ റിയോ ഡി ജനീറോയിലേക്ക് അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. എയർ ഫ്രാൻസ്, KLM എന്നീ ഫ്ലൈറ്റുകളാണ് നമ്മൾ പോകാൻ ഉപയോഗിച്ചിരുന്നത്. 2 ടീമുകളായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ആദ്യത്തെ ടീം ബുക്ക് ചെയ്തപ്പോൾ പിന്നെ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ വളരെ ചാർജ് കൂടിയത് കണ്ടു. അതുകൊണ്ട് വേറൊരു ഫ്ലൈറ്റ് കമ്പനി എടുത്തു. അങ്ങനെയാണ് KLM എയർ ഫ്രാൻസും വന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഉള്ള യാത്രയാണ്. നമ്മൾ റിയോ ഡി ജനീറോയിലെത്തി. അവിടെ റെനിൽ കാത്തു നിൽക്കുന്നുണ്ട്. കോപ്പൻഹാഗനിൽ നിന്ന് അവിടെ എത്തി. ഒരു 2 മണിക്കൂർ മുമ്പ് അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് 4 ആൾക്കാരാണ് ഇപ്രാവശ്യം അപ്പാർട്ട്മെൻറ്റിലേക്ക് ആദ്യം പോകുന്നത്. 2 പേരും കൂടെ നമ്മുടെ ടീമിൽ ചേരാനുണ്ട്. അവർ എയർ ഫ്രാൻസിലാണ്. പാരീസ്, സാവോ പോളോ, റിയോ ഡി ജനീറോ, അങ്ങനെയാണ് അവരുടെ റൂട്ട്. ഞങ്ങൾ പുറത്തിറങ്ങി. റെനിൽ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നമ്മൾ ഫോൺ കോണ്ടാക്ട് ചെയ്തു. നമുക്ക് അങ്ങനെ കണ്ടുമുട്ടി. ഇനിയൊരു ടാക്സി നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ടാക്സി വെയിറ്റ് ചെയ്യുന്നുള്ള വിവരം കിട്ടി. വാട്സപ്പ് ഉപയോഗിച്ചാണ് മെസ്സേജിങ് ഒക്കെ. ഫോൺ നമ്പറായിട്ട് നമുക്കില്ല. റോമിംഗ് ഉണ്ട്. വിളിച്ചാൽ കൂടുതൽ പണമാകുന്നതുകൊണ്ട് വാട്സപ്പിലാണ് കമ്മ്യൂണിക്കേഷൻ എല്ലാം. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. നമ്മൾ നാളെ പോകാനുള്ള ചില തയ്യാറെടുപ്പൊക്കെ എടുക്കുകയാണ്. നമ്മുടെ യാത്രയിൽ ഇന്നൊരു ദിവസം ഫുള്ളായിട്ടാണ് നമുക്കുള്ളത്. ഇന്ന് പകലും ഇന്ന് രാത്രിയും. നമ്മളിപ്പോൾ പോകുന്നത് സ്റ്റാച്യു ഓഫ് ക്രൈസ്റ്റ് ദി റെഡീമർ. റിയോ ഡി ജനീറോയെ പറ്റി പറയുമ്പോൾ ആദ്യം കാണുന്ന ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആ വലിയ രൂപമാണ്. ഏകദേശം 30 മീറ്റർ ഉയരത്തിലും അത്ര തന്നെ കൈയിൻ്റെ സ്പാന് ഏകദേശം 28 മീറ്റർ ഉള്ള വലിയ രൂപമാണ് നമുക്ക് മനസ്സിൽ വരുന്നതും ഇവരുടെ ബ്രോഷറുകളിലൊക്കെ കാണുന്നതും. നേരത്തെ വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ. ട്രെയിനിന് ഒരു മലമുകളിലേക്ക് പോകണം. ട്രെയിൻ തലേദിവസമെങ്കിലും ബുക്ക് ചെയ്യണം. ഞങ്ങൾ ബുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു റിയോ കാർണിവൽ സീസൺ ആയതുകൊണ്ട് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നു. നമ്മൾ മറ്റൊരു സൗകര്യം വാനാണ്. ഇവരുടെ തന്നെ വാനുണ്ട്. ഒരു എൻട്രൻസ് വരെ വാൻ കൊണ്ടുപോകും. അതിനുശേഷം നമ്മൾ ഇതിനെല്ലാം കൂടെ കൂടിയിട്ട് ഒരു പാക്കേജാണ്. ഞങ്ങൾ വളരെ നേരത്തെ എത്തി. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. അത്രയധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ ക്യൂ നിൽക്കേണ്ടി വന്നു. ഇതാണ് അവരുടെ വാൻ സംവിധാനം. ആളെ എണ്ണിക്കയറ്റുന്നു. മുകളിൽ ഗേറ്റിലെത്തി. ഇത് നമ്മൾ സ്വൈപ്പ് ചെയ്ത് QR കോഡ് വെച്ച് അകത്ത് കയറുന്നു. ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം നല്ല തിരക്കാണ്. ഇതിൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഒരു വ്യൂ ആണ്. നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം റിയോ ഡി ജനീറോയുടെ പ്രധാന ഭാഗങ്ങൾ കാണാം. നമ്മുടെ സമുദ്രം കാണാം. പിന്നെ ഷുഗർ ലോഫ് മൗണ്ടൻ, അത് നമ്മുടെ അടുത്തൊരു സൈറ്റാണ് നമ്മൾ പോകുന്നത്. അത് ഇവിടുന്ന് ഒരു നല്ല വ്യൂ, ഉയരത്തിൽ നിന്നുള്ളൊരു പനോരമിക് വ്യൂ കിട്ടും. പിന്നെ 2 ബീച്ചുകൾ, കോപ്പക്കബാനയും മറ്റൊരു ബീച്ചും ഉണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ. നമ്മൾ എത്ര നേരത്തെ എത്തിയാലും ഈ സീസണിൽ നമുക്ക് ജനത്തിരക്ക് കുറഞ്ഞ് എന്തായാലും ഇത് കാണാൻ പറ്റില്ല. കാരണം ഈ ഒരാഴ്ചത്തെ അല്ല ഏകദേശം 9-10 ദിവസം നീണ്ടു നിൽക്കുന്ന റിയോ കാർണിവൽ നടക്കുകയാണ് ഇപ്പോൾ. ഞങ്ങളിവിടെ എത്തുന്നത് മാർച്ച് 4-ാം തീയതിയാണ്. 3-ാം തീയതി പുറപ്പെട്ടു. 3-ാം തീയതി രാത്രി തന്നെ ഇവിടെ എത്തി. 4-ാം തീയതിയാണ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഈ റിയോ കാർണിവലിൻ്റെ സമയമായതുകൊണ്ട് എല്ലാവരും ഇതൊരു പാക്കേജ് പോലെ ഇങ്ങോട്ടും കൂടെ മറ്റു ഭാഗങ്ങളിലേക്ക്, റിയോ കാർണിവൽ അല്ലാതെ റിയോയിലെ മറ്റു ഭാഗങ്ങളിലേക്ക് പാക്കേജ് റെഡിയാക്കിയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം തിരക്ക് അനുഭവപ്പെടുന്നത്. ഇരുന്നുകൊണ്ടും യേശുക്രിസ്തുവിൻ്റെ
രൂപത്തിന് കണക്കാക്കി കൈപിടിച്ചുകൊണ്ടും ഒക്കെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊരു റിയോ ഡി ജനീറോയുടെ ഒരു സിമ്പലാണ്, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സിമ്പലാണ്. അവർ വെൽക്കം ചെയ്യുന്നു, സമാധാനവും ആശംസിക്കുക, നമ്മളെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രതിമയുടെ ഉദ്ദേശം, പ്രതിമ ലക്ഷ്യമിടുന്നത്. 1931 ആണ് അത് നിർമ്മിച്ചെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഇത്രയധികം ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം റിയോ ഡി ജനീറോയിൽ. റിയോ കാർണിവൽ സ്ഥിരമായിട്ടുള്ള ഒരു ഉത്സവമല്ലല്ലോ, അത് ഒരു 9 ദിവസത്തേക്കുള്ള ഒരു പരിപാടിയാണല്ലോ. സ്ഥിരമായിട്ടുള്ള ഒരു അട്രാക്ഷനിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഇന്നത്തെ ടൂർ ഐറ്റിനറിയിലെ രണ്ടാമത്തെ ഭാഗമാണ് ഷുഗർ ലോഫ് മൗണ്ടൻ. ഷുഗർ ലോഫിൻ്റെ രൂപത്തിലിരിക്കുന്ന ഒരു മല ഏകദേശം 400 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2 ലെവലിലാണിത്. കേബിൾ കാറിലാണ് പോകുമ്പോൾ ഉള്ള ഈ വ്യൂ ആണ് വളരെ മനോഹരം. ആദ്യത്തെ ഒരു ലെവൽ 220 മീറ്റർ ഉയരത്തിലാണ്. അവിടുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട്. ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കച്ചവടം ഒക്കെ ഉണ്ട്. എല്ലാ ടൂറിസ്റ്റ് സെൻറ്ററുകളിലും നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും അവിടെ കാണാം. ഇത് ആദ്യത്തെ ലെവലിൽ ഉയർന്നു പോവുകയാണ്. താഴോട്ടുള്ള വ്യൂ വളരെ മനോഹരമാണ്. നമ്മൾ ഫസ്റ്റ് ലെവലിലെത്തി. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അവിടെ ഒരു വ്യൂ ഉണ്ട്. നമ്മൾ ബീച്ച് കാണാം, ബേ കാണാം. ഇത് കശുവണ്ടിയുടെ ഒക്കെ ഒരു രൂപം അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അവിടെ ആൾക്കാരൊന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. താഴോട്ടുള്ളൊരു കാഴ്ചയാണിത്. ഇതൊക്കെ അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളാണ്. സ്നാക്സ്, ബിയർ, അങ്ങനെയൊക്കെ എല്ലാ സംഭവങ്ങളും അവിടെ ലഭ്യമാണ്. ഷുഗർ ലോഫ് മൗണ്ടനിൽ നിന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങാനുള്ള പദ്ധതിയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. റിയോ കാർണിവൽ സമയമായതുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ തിരക്ക് കൂടുതലാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന ആ വ്യൂ എടുക്കുകയാണ്. ഷുഗർ ലോഫ് കോണ് പോലെ ആകൃതി, അക്കാലങ്ങളിൽ ക്യൂബ് ക്രിസ്റ്റലൊക്കെ വരുന്നതിന് മുമ്പ് ഏകദേശം ഈ ഷേപ്പാണ് നമുക്ക് സംസ്കരിച്ച ഷുഗറിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം. ഇത് വിഷ് ട്രീ എന്ന് പറയും കേട്ടോ. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു മരമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ആഗ്രഹം എഴുതി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു കഴിഞ്ഞാൽ ആഗ്രഹം നടക്കുമെന്നാണ്. നമ്മളൊരു കടലാസിൽ എഴുതി വെച്ച് അവിടെ തൂക്കിയിട്ട് നടന്നു. ആഗ്രഹം എന്താണെന്ന് നമ്മൾ പറയുന്നില്ല, അതൊക്കെ രഹസ്യമാണ്. പല ആഗ്രഹങ്ങളും പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കാം. അതൊക്കെ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് താഴോട്ട് പോകാനുള്ള, കേബിളിലേക്ക് പോകാനുള്ള, സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴിയാണ്. അവിടെ ഒരു അട്രാക്ഷൻ ആക്കിയിട്ടുണ്ട്. ഒരു നടപ്പാതയൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇറ്റ്നറിയിലെ അടുത്ത യാത്ര കോപ്പക്കബാന ബീച്ചിലേക്കാണ്. തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ട് അണ്ടർപാസുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. റിയോ കാർണിവൽ സമയമായതുകൊണ്ട് തിരക്ക് അല്പം കൂടുതലാണ്. തെരുവ് കച്ചവടക്കാരും വലിയ വലിയ കച്ചവടക്കാരും, റിയോ കാർണിവൽ ആയതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള കച്ചവടക്കാരും, അവരുടെ കുറേ കോസ്റ്റ്യൂംസൊക്കെ കാണാം. ഈ വണ്ടിയിൽ പോകുന്ന ആൾക്കാരൊക്കെ പുറത്തുനിന്ന് വന്നവരാണ് കൂടുതലും ഉള്ളത്. ഇതൊക്കെ ഈ റിയോ കാർണിവലായിട്ടുള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ള ആഘോഷങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം അതെല്ലാം ബ്ലോക്ക് ചെയ്ത ആൾക്കാർ ഇരിപ്പുണ്ട്. UK എന്നുള്ള മലയാളികളെയൊക്കെ അറിയാവുന്ന ഒരു നേഴ്സാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള നേഴ്സ് കുട്ടികളെയൊക്കെ ധാരാളം പരിചയമുണ്ട്.
ഇവിടേക്ക് ആഘോഷങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളാണ്. അത് ആസ്വദിക്കുക. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാർണിവലിൻ്റെ സമയത്ത് വന്ന ആൾക്കാരുടെ തുള്ളിക്കളിയും ഡാൻസും ഒക്കെയാണ് ഇവിടെയുള്ളത്. നമ്മൾ ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്തു, ഭക്ഷണം കഴിച്ചു. അതിനുശേഷം നമ്മൾ അപ്പാർട്ട്മെൻറ്റിലൊന്ന് പോയതിന് ശേഷം റിയോ കാർണിവലിലേക്കാണ് നമ്മൾ പോകുന്നത്. റിയോ കാർണിവൽ എന്ന് പറയുമ്പോൾ ഓരോ വർഷവും ഡേറ്റ് മാറുകയാണ്. ഈസ്റ്ററുമായിട്ട് ഒരു ചെറിയ ബന്ധമുണ്ട്. യഥാർത്ഥത്തിൽ മതപരമായ ഒരു ആഘോഷമല്ല എങ്കിൽ പോലും എല്ലാ വർഷവും തുടങ്ങുന്നത് നമ്മുടെ ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ നോയമ്പ്, 50 നോയമ്പ് എന്ന് പറയും. ഈസ്റ്ററോടനുബന്ധിച്ചുള്ള നോയമ്പ് അത് തുടങ്ങുന്ന ദിവസം നമ്മൾ പേത്രത്താന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് വരുന്ന വെള്ളിയാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുക. 2025 ഫെബ്രുവരി 28 തുടങ്ങിയത്. ഒരു ബുധനാഴ്ച വരെ സാമ്പാ സ്കൂളിൻ്റെ മത്സരങ്ങളും പരേഡുകളും ഒക്കെ ആയിരിക്കും. സ്കൂളുകൾ തമ്മിലുള്ള മത്സരമാണ് സാമ്പാ സ്കൂളുകളുടെ. അതിൽ ബുധൻ വരെ, വ്യാഴം വെള്ളി അവധിയായിരിക്കും. ശനിയാഴ്ച ചാമ്പ്യൻസ് പരേഡ്, ജയിച്ച ആൾക്കാരുടെ ഒരു പരേഡോട് കൂടിയിട്ടാണ് ഇത് അവസാനിക്കുക. സാമ്പാ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഈ റിയോ കാർണിവലായിട്ട് ബന്ധപ്പെട്ട് വേറൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിനെപ്പറ്റി പറയാനൊന്നുമില്ല. ഡാൻസും പാട്ടും ആസ്വദിക്കുക, അത്രമാത്രമേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. കഥകളൊക്കെ ഇൻ്റർനെറ്റിൽ നമുക്ക് വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ കണ്ടതിന് വളരെ നന്ദി. വീണ്ടും കാണുന്നതുവരെ ബൈ.